ഭീമസേനന്റെ ഗദാപ്രഹരമേറ്റ് ദുര്യോധനൻ വീണ് കിടക്കുന്നു. ക്രോധം ശമിക്കാതെ ദുര്യോധനന്റെ ശരീരത്ത് ചവിട്ടിക്കൊണ്ട് ഭീമൻ അട്ടഹസിക്കുകയാണ്. എടാ ദുഷ്ട, എന്തെല്ലാമാണ് ഞങ്ങളെപ്പറ്റി നീ പറഞ്ഞത്? എത്ര ദ്രോഹമാണ് നീ ചെയ്തു കൂട്ടിയത്? അതിൻ്റെ എല്ലാം ഫലമാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത്. പിന്നീട് കൗരവർ ചെയ്തു കൂട്ടിയ ഓരോ പ്രവൃത്തിയും ഭീമൻ എടുത്തു പറയുന്നു. അപ്പോൾ യുധിഷ്ഠിരൻ അടുത്തു വന്ന് ഭീമസേനനോട് പറഞ്ഞു, അരുത് ഭീമ, അരുത്. കോപം അടക്കുക. രാജാവിനെ ചവിട്ടുന്നത് അധർമ്മമാണ്. എല്ലാം നശിച്ച് വീണുകിടക്കുന്ന ഇവനെ ഇനി ദ്രോഹിക്കണ്ട. പിന്നീട് യുധിഷ്ഠിരൻ ദുര്യോധനന് നേരെ തിരിഞ്ഞ് ഇപ്രകാരം പറഞ്ഞു, ദുര്യോധന, നീ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത്. കർമ്മഫലം അനുഭവിച്ചേ മതിയാവൂ. നിന്റെ അവിവേകത്തിൻ്റെ ഫലമായിട്ടല്ലേ ഇതെല്ലാം സംഭവിച്ചത്? ഇനി മരണം നിനക്കൊരു അനുഗ്രഹമാണ്. നീ സ്വർഗത്തിൽ പോകുമ്പോൾ ഞങ്ങളിവിടെ ദുഃഖിക്കുകയായിരിക്കും. വിധവകളായ സ്ത്രീകളുടെയും അനാഥരായ കുട്ടികളുടെയും ശാപം ഏൽക്കേണ്ടി വരുന്നത് ഞങ്ങൾക്കല്ലേ?